രാമായണ വ്യാഖ്യാനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയോടും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളോടും പ്രേമം തോന്നിയിട്ട് ശൂർപ്പണഖ വന്ന കാര്യവും ആ ശൂർപ്പണഖയുടെ ആഗമനത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും ശൂർപ്പണഖയുടെ അംഗവിച്ഛേദനമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് ശൂർപ്പണഖ ഖരദൂഷണ തൃശിരാക്കളോട് ഈ കാര്യം പറഞ്ഞ് അവർ ആദ്യം 14 സൈന്യവും അതിനുശേഷം 14,000 സൈന്യവുമായിട്ട് ഭഗവാനെ നേരിട്ടു. ആ 3 പേരും അവരുടെ സർവ്വസൈന്യവും ഭഗവാൻ 3.25 നാഴിക നേരം കൊണ്ട് ഇല്ലാണ്ടാക്കി, അവരെ 3 പേരെയും അവരുടെ സൈന്യത്തെയും. അങ്ങനെ ഈ വൃത്താന്തം അറിഞ്ഞിട്ട് ശൂർപ്പണഖ കരഞ്ഞുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണൻ, സർവശക്തൻ എന്ന് സ്വയം അഹങ്കരിക്കണ ആ രാവണൻ്റെ മുന്നിലേക്കെത്തി. എന്നിട്ട് രാവണനെ നിന്ദിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നീ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്ത് രാജാവാ നീ? രാവണൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിറഞ്ഞ സദസ്സിൽ നിന്നിട്ട് ശൂർപ്പണഖ പറയാണ്, നീ പാനത്തിൽ മാത്രം, മദ്യപിക്കുന്നതിൽ മാത്രം ആസക്തിയുള്ളവനാണ്, സ്ത്രീജിതനാണ്. അങ്ങനെ സ്ത്രീകളുടെ ഇടയിൽ മാത്രം ജീവിക്കാനേ നിന്നെ കൊള്ളൂ, കൃത്യമായിട്ടുള്ള ചാരസംഘം നിനക്കില്ല, നീ നല്ലൊരു രാജാവല്ല, നീ എന്ത് രാജാവാണെന്ന് ചോദിച്ചു. എൻ്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പോഴാണ് രാവണൻ ശ്രദ്ധിക്കണത്, സഹോദരി അംഗവിച്ഛേദം ചെയ്യപ്പെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ശൂർപ്പണഖ പറഞ്ഞു, ഖരൻ, ദൂഷണൻ, തൃശിരാവ്, ഈ ഭ്രാതാക്കൾ 3 പേര്, അവരുടെ 14,000 വരുന്ന സൈന്യങ്ങൾ മുഴുവൻ ആ രാമൻ 3.25 നാഴിക നേരം കൊണ്ട് ഇല്ലാണ്ടാക്കി. അവൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണനാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത്. ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ലേ? അപ്പോഴേ രാവണൻ ഏറെ ക്രുദ്ധനായിട്ട് ചോദിച്ചു, ആരായി രാമൻ? ഈ രാമൻ എന്ന് പറയണവൻ ആരാന്ന് ചോദിച്ചു. ആരായി ലക്ഷ്മണൻ? അപ്പോഴേ ശൂർപ്പണഖ രാവണൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, വിഷയത്തിൽ രാവണൻ്റെ താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഞാൻ പണ്ട് അങ്ങക്കറിയാലോ, ജനസ്ഥാനത്ത് അങ്ങ് ഈ 3 ഭ്രാതാക്കളുടെ കൂടെ ജീവിക്കാനുള്ള അവകാശം തന്നിട്ടുണ്ട്. ഞാനൊരു ദിവസം ഗൗതമീ തീരത്ത് സഞ്ചരിക്കുമ്പോൾ വളരെ മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടു. അവളുടെ മുന്നിൽ ദേവനാരികൾ, അപ്സര സ്ത്രീകൾ, സാക്ഷാൽ ദേവിമാർ പോലും തോറ്റുപോകും, നാണിച്ചു പോവും. അത്രയ്ക്ക് സൗന്ദര്യമാണ്, അഭൗമമായിട്ടുള്ള സൗന്ദര്യത്തിന് ഉടമയാണ് അവൾ. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള നിനക്ക് അവൾ പത്നിയായിട്ട് ചേരും. കാട്ടിൽ കഴിയേണ്ടവളല്ല, എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ലങ്കയിൽ വാഴേണ്ടവളാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്താണ് അവരുടെ കൂടെ 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു, വളരെ ശക്തരായിട്ടുള്ള 2 പേര്, ബാലസൂര്യന്മാരെ പോലെ ശോഭിക്കുന്ന 2 പേര്, ജ്യേഷ്ഠനും അനുജനുമാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യ അത്രത്. അവരുടെ പേരാണ് രാമൻ, ലക്ഷ്മണൻ. ആ സമയത്ത് നിൻ്റെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് അവളെ ഞാൻ കൊണ്ടുവരണ സമയത്താണ് ജ്യേഷ്ഠൻ്റെ ആഗ്രഹം നിമിത്തം, ജ്യേഷ്ഠൻ്റെ ആജ്ഞ നിമിത്തം ഉഗ്രനായിട്ടുള്ള അനുജൻ എന്നെ ഈ അവസ്ഥയിലാക്കിയത്. ആലോചിച്ച് നോക്കുക, രാവണ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്നത്. ശൂർപ്പണഖ പറയാണ്ട് പറഞ്ഞ കാര്യം, രാവണ, അവിടെ നല്ല ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു, നിനക്ക് വേണ്ടി അനുഭവിക്കുന്ന ദുഃഖം ഇത്. പക്ഷെ രാവണൻ്റെ ശ്രദ്ധ വളരെ സുന്ദരിയായിട്ടുള്ള ആ സ്ത്രീ, സർവ്വ ഐശ്വര്യങ്ങൾക്കും അധീശ്വരിയായിട്ടുള്ള ആ സ്ത്രീ, അവളിവിടെ ലങ്കയിൽ വന്നു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും തനിക്ക് വരും എന്നുള്ള ചിന്തയാണ് രാവണനെ പ്രലോഭിപ്പിക്കുന്നത്. ഇപ്പോഴേ രാവണൻ മനസ്സിൽ വിചാരിച്ചു, ഏതായാലും അവളെ സ്വന്താക്കുക. ഇതിൽ രാവണൻ്റെ ആ ഭാവം വളരെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ രാവണനെ വിദ്വേഷഭാവ ഭക്തിയുടെ ഉദാഹരണമായിട്ടാണ് എഴുത്തച്ഛൻ കാണിച്ചിട്ടുള്ളത്. ഭഗവാനോട് ഭക്തിയുണ്ട്, പക്ഷേ അത് വിദ്വേഷത്തിൻ്റെ ഭാവത്തിലാണ്. ഭഗവാനോട് ദ്വേഷം വെച്ചിട്ട് ആ ദ്വേഷബുദ്ധിയാ ഭഗവാനെ സദാ ചിന്തിച്ച് സർവ്വചിന്തയെയും ഭഗവാനാക്കുക. ഭക്തിയുടെ ലക്ഷ്യം അതാണ്, എല്ലാ ചിന്തകളെയും ഭഗവാനാക്കുക. അവസാനം സ്വയം ആ ഭഗവാനായിട്ട് മാറും. എല്ലാ ചിന്തയും ഭഗവാനായി കഴിഞ്ഞാൽ, ദേഹചിന്ത പോലും ഇല്ലാണ്ടായി അതും ഭഗവാനായി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഞാൻ നീ എന്നുള്ള വ്യത്യാസമില്ല, അത് ഭഗവാനായിട്ട് മാറും. ആ അവസ്ഥയിലെത്തും. പക്ഷേ അതിന് മാർഗമായിട്ട് കാണുന്നത് വിദ്വേഷമാണ്. ഭഗവാനെ ദ്വേഷിച്ചുകൊണ്ട്, ഭഗവാനോട് വിരോധം വെച്ചുകൊണ്ട് ചിന്തിക്കണ ആൾ. ആ രാവണൻ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, സാക്ഷാൽ നാരായണൻ തന്നെയായിരിക്കും ആ രാമൻ. ഖരനെയും ദൂഷണനെയും തൃശിരാവിനെയും അവൻ്റെ 14,000 വരുന്ന സൈന്യത്തെയും ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണ മനുഷ്യനല്ല, സാക്ഷാൽ നാരായണൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിച്ചാണ്. എത്രയും പെട്ടെന്ന് ആ ഉദ്യമത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുക, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ലെങ്കിൽ കൊല്ലാൻ വരുന്ന അവസ്ഥയിലേക്ക് ഞാനാക്കുക. അതാണ് രാവണൻ്റെ ചിന്ത. എത്രയും പെട്ടെന്ന് ഭഗവാൻ തന്നെ തേടി വരുന്ന അവസ്ഥയിലാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം?
അവൻ്റെ പത്നിയെ തന്നെ അപഹരിച്ചു കൊണ്ടുവരിക. അതുവഴി ഭഗവാൻ പെട്ടെന്ന് വന്ന് എനിക്ക് മോക്ഷം തരും. ഇതാണ് രാവണൻ്റെ ചിന്തയായിട്ട് ഇവിടെ പറയുന്നത്. ആലോചിച്ച് നോക്കുക. ആ രാവണൻ്റെ പോലും ഭക്തിയെ പറ്റിയിട്ടാണ്, വിദ്വേഷഭാവം വെച്ചിട്ടാണെങ്കിലും ഭക്തിയുടെ ഒരു ഭാവമാണത്. ഭഗവാനെ ചിന്തിക്കുക. ഏത് മാർഗത്തിലാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും അതിൽ കളങ്കം ഉണ്ടാവരുത്. ഒരു ഭാവത്തിലും കളങ്കം ചേർക്കാണ്ട് ഭഗവാനെ ചിന്തിക്കുക. രാവണൻ വിദ്വേഷഭാവത്തിൽ ചിന്തിച്ചവരാണ്. ഹനുമാൻ സ്വാമി ദാസ്യഭാവത്തിൽ ചിന്തിച്ച ആളാണ്. അങ്ങനെ പല ഭാവങ്ങളിൽ ഭഗവാനെ ചിന്തിക്കണം, ഭക്തിഭാവങ്ങൾ. ഏതായാലും ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാൽക്കൽ ഈ ഒരു അധ്യായത്തെ നമുക്ക് സമർപ്പിക്കാം. ഹരി ഓം തത്സത്.